മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകമുണ്ടാകും. വി അരുൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അരുൺ, മന്ത്രിസഭാ യോഗം അത് പൂർത്തിയായോ? മുഖ്യമന്ത്രി ഉടൻ എത്തുമോ? കാര്യം മന്ത്രിസഭാ യോഗം അവസാനിച്ചിരിക്കുന്നു. എൽദോ പൂരം കലക്കലിൽ തുടരന്വേഷണം ഉണ്ടാകും. അതായത് ADGPയുടെ റിപ്പോർട്ട് സർക്കാർ തള്ളിയിരുന്നു. ഇക്കാര്യത്തിൽ ഉന്നതതല അന്വേഷണം, അതായത് ത്രിതല അന്വേഷണം നടത്താനാണ് സർക്കാർ തീരുമാനം. അത് എങ്ങനെയാണെന്ന കാര്യത്തിൽ അല്പസമയത്തിനകം മുഖ്യമന്ത്രി വിശദീകരിക്കും. അതായത് പോലീസ് തലത്തിലും ഒരുപക്ഷെ ഉദ്യോഗസ്ഥ തലത്തിലുമുള്ള അന്വേഷണം ഉണ്ടാകും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മന്ത്രിതല അന്വേഷണത്തിൽ ഇടയുണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും വിശദമായ അന്വേഷണം തന്നെ നടക്കും. തുടരന്വേഷണമാണ് സർക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. CPIയുടെ വലിയ ആവശ്യമായിരുന്നു ഇക്കാര്യത്തിൽ അന്വേഷണം വേണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാണ് സർക്കാർ അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നത്. ADGP MR അജിത്കുമാറിന്റെ റിപ്പോർട്ട് ഒരു തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, അതിൽ അന്വേഷിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. വലിയ മിസ്സിംഗ് ലിങ്ക്സ് ഇതിലുണ്ട് എന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശ അടങ്ങിയ റിപ്പോർട്ട് പരിശോധിച്ച ആഭ്യന്തര സെക്രട്ടറിയും കണ്ടെത്തിയിരുന്നു. ആ സാഹചര്യത്തിലാണ് സർക്കാർ അന്വേഷണത്തിന് തയ്യാറാകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യം അറിയിച്ചു. സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടും അതുപോലെ തന്നെ ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ടും പരിഗണിച്ചുകൊണ്ട് തുടർ അന്വേഷണത്തിന് സർക്കാർ തയ്യാറാവുകയാണ്. സംസ്ഥാന പോലീസ് മേധാവിയാകും ഒരുപക്ഷെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക. അതിനപ്പുറത്തേക്ക് മറ്റു ചില തലങ്ങളിൽ കൂടിയുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന സൂചനകളാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത്. അല്പസമയം മുമ്പാണ് മന്ത്രിസഭാ യോഗം അവസാനിച്ചത്. വളരെ പ്രധാനപ്പെട്ട തീരുമാനം ADGP MR അജിത്കുമാറിന്റെ റിപ്പോർട്ട്, അതായത് സ്വയം വെള്ളപൂശിക്കൊണ്ട് ഒരു തരത്തിലെ ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന് കണ്ടെത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് തള്ളുകയാണ് സർക്കാർ. അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് പോകുന്നത്. 5 മാസം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ അന്വേഷണത്തിന് MR അജിത്കുമാർ ചുമതലപ്പെടുത്തുമ്പോൾ അജിത്കുമാറിനെതിരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നില്ല. പകരം പോലീസ് ഇടപെട്ട് അന്വേഷിക്കണം. പൂരം കലക്കലിൽ ഉണ്ടായിട്ടുള്ള പോലീസിന്റെ അനധികൃതമായ തെറ്റായ ഇടപെടൽ അന്വേഷിക്കണം മാത്രമായിരുന്നു ആവശ്യം. എന്നാൽ പിന്നീട് പൂർണ്ണമായും രാഷ്ട്രീയ ചിത്രവും ഈ ആരോപണവും മാറിമറിഞ്ഞു. MR അജിത്കുമാറിനെ ലക്ഷ്യമിട്ടായി പിന്നീടുള്ള നീക്കങ്ങൾ. MR അജിത്കുമാറായി പിന്നീട് ഈ ആരോപണത്തിന്റെ കേന്ദ്ര ബിന്ദു. അതുകൊണ്ട് തന്നെ അജിത്കുമാറിനെതിരായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകണമെന്ന ആവശ്യമുയർന്നു. രാഷ്ട്രീയ ആവശ്യമായി കൂടി വലിയ രീതിയിൽ സംസ്ഥാനത്ത് ഉയർന്നു വന്നു. CPI വളരെ വൈകാരിക രാഷ്ട്രീയ പ്രശ്നമായി അത് ഏറ്റെടുത്തു. അതുകൊണ്ടാണ് MR അജിത്കുമാറിന്റെ മാറ്റിക്കൊണ്ടുള്ള അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമായത്. ഏതായാലും MR അജിത്കുമാറിനെ മാറ്റുന്ന കാര്യത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമാകും മുഖ്യമന്ത്രിയുടെ തീരുമാനമുണ്ടാകുക. ഏതായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വിശ്വസനീയമായ വിവരം, ഇതിലൊരു തുടരന്വേഷണത്തിന് സർക്കാർ തയ്യാറെടുത്തിരിക്കുന്നു. വിശദമായ ഒരു അന്വേഷണം തന്നെ ഉണ്ടാകും. രാഷ്ട്രീയ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും അവിടുത്തെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി, മന്ത്രി K രാജൻ ഉൾപ്പെടെയുള്ളവർക്ക് ഈ പൂര നടക്കുന്ന സ്ഥലത്തേക്ക്, തേക്കിൻകാട് മൈതാനിയിലേക്ക് എത്താൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ പോലും ആംബുലൻസിൽ സേവാഭാരതിയുടെ സംഘപരിവാർ സംഘടനയായ സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി അവിടെ എത്തിയിരുന്നു. അങ്ങനെ സുരേഷ് ഗോപിക്ക് അവിടെ എത്താൻ കഴിഞ്ഞു. എങ്ങനെ സുരേഷ് ഗോപി ഇക്കാര്യങ്ങൾ നേരത്തെ അറിഞ്ഞു? മന്ത്രിമാർ എത്തുന്നതിന് മുമ്പ്, ജനപ്രതിനിധികൾ എത്തുന്നതിന് മുമ്പ് സുരേഷ് ഗോപി എന്ന BJP നേതാവ്, സ്ഥാനാർത്ഥി എങ്ങനെ അവിടെ എത്തി? ഇതിന് പിന്നിൽ വലിയ അട്ടിമറിയുണ്ട്, ഗൂഢാലോചനയുണ്ട്, ചില ദേവസ്വങ്ങളുമായി ചേർന്നുകൊണ്ടുള്ള ഗൂഢാലോചനയുണ്ട് എന്ന ആരോപണമൊക്കെ ശക്തമായി ഉയർന്നു വരുന്നു. അവിടെ ഈ തെരഞ്ഞെടുപ്പ് ചിത്രം തന്നെ മാറ്റിമറിച്ചത് തൃശൂർ പൂരം അനുകൂലപ്പെട്ടതാണ്. അങ്ങനെ വരുമ്പോൾ അത് ആർക്കാണ് അതിന്റെ ഗുണം ലഭിക്കുക? സ്വാഭാവികമായി അതിന്റെ ഗുണം ലഭിച്ചത് BJPക്കാണ്. BJPക്ക് വേണ്ടി, BJPയുടെ സ്ഥാനാർത്ഥി ജയിക്കാൻ വേണ്ടി, BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ വേണ്ടി ആരാണ് ഗൂഢാലോചന നടത്തിയത്, അനധികൃതമായി ഇടപെട്ടത്? ആ കാര്യമാണ് പ്രധാനമായും അന്വേഷിക്കുക. അത് അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത്. ഏതായാലും അജിത്കുമാറിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ അന്വേഷണത്തിൽ അത്തരം കാര്യങ്ങളൊന്നും പരാമർശിച്ചിരുന്നില്ല. അത് പരാമർശിക്കാതെയുള്ള ഒരു റിപ്പോർട്ടാണ് അജിത്കുമാർ നൽകിയത്. ഗൂഢാലോചന ഇല്ല എന്ന ഒരു സിദ്ധാന്തം മാത്രമാണ് അജിത്കുമാർ റിപ്പോർട്ടായി സംസ്ഥാന പോലീസ് മേധാവിക്കും ആ റിപ്പോർട്ട് പിന്നീട് മുഖ്യമന്ത്രിക്കും ആഭ്യന്തര സെക്രട്ടറിക്കും ഒക്കെ ലഭിച്ചത്. അത് സർക്കാർ അംഗീകരിക്കുന്നില്ല. ആ സർക്കാർ തള്ളുകയാണ് ആ റിപ്പോർട്ട്. അത് തള്ളുന്നതിന്റെ ഫലമായാണ്, അതിന്റെ തുടർച്ചയായാണ്, അതിന്റെ പരിണിതഫലമായാണ് ഇപ്പോൾ ഒരു തുടരന്വേഷണം, ത്രിതല അന്വേഷണത്തിലേക്ക് സർക്കാർ നീങ്ങുന്നത്. അതിന്റെ വിശദാംശങ്ങൾ അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ഈ മീഡിയ റൂമിൽ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കും. സംസ്ഥാന രാഷ്ട്രീയത്തിന് വളരെ പ്രാധാന്യമുള്ള മുന്നണി രാഷ്ട്രീയത്തിന്റെ സമവാക്യം ഒരുപക്ഷെ മാറ്റിമറിക്കാവുന്ന തരത്തിലുള്ള വിവാദമായി പൂരം കലക്കൽ പ്രതിസന്ധി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് CPM-ഉം BJP തമ്മിൽ ഒത്തുകളിയെന്ന ആരോപണം പ്രതിപക്ഷം ഉയർത്തുന്നു. CPI ആ തരത്തിലുള്ള ആരോപണം ഉയർത്തുന്നെങ്കിൽ പോലും അവിടെ എന്തോ നടന്നിട്ടുണ്ട്, അരുതാത്ത എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് സംശയം CPIക്കുണ്ട്. കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചന BJPക്ക് അനുകൂലമായി അവിടെ നടന്നിട്ടുണ്ടെന്ന വിശ്വാസം CPIക്കുണ്ട്. PV അൻവർ MLA
ഇടതുപക്ഷത്തോടൊപ്പം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ പോരുന്ന MLA ആ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പൂരം അട്ടിമറിച്ചത് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. അവിടെ മുഖ്യമന്ത്രിയെ കൂടി പ്രതിസ്ഥാനത്തുള്ള ആരോപണമാണ് അൻവർ ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് വേണ്ടി രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റുകൾ ചർച്ചകൾ BJP കേന്ദ്രങ്ങളുമായി നടന്നിരുന്നു. അതിന്റെ ഫലമാണ് പൂരം അട്ടിമറി. അതിന് കാർമ്മികനായത്, അതിന് മേൽനോട്ടം വഹിച്ചത് MR അജിത് കുമാർ എന്ന മുഖ്യമന്ത്രി വിശ്വസ്തനായ പോലീസ് ഉദ്യോഗസ്ഥനാണ്, IPS ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഉന്നത അന്വേഷണം, ജുഡീഷ്യൽ അന്വേഷണം അടക്കമുള്ള ആവശ്യങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. സ്വതന്ത്ര അന്വേഷണം വേണമെന്ന ആവശ്യം ഉയർന്നുണ്ട്. പക്ഷേ സർക്കാർ ഇപ്പോൾ അതിലേക്കല്ല പോകുന്നത്. സർക്കാർ ഒരു ത്രിതല അന്വേഷണം ഈ ഘട്ടത്തിൽ പ്രഖ്യാപിക്കും. അല്പസമയത്തിനകം മുഖ്യമന്ത്രി നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നു. തിങ്കളാഴ്ച മുതൽ സഭയിൽ രാഷ്ട്രീയ വിഷയം അവതരിപ്പിക്കാനുള്ള അവസരം പ്രതിപക്ഷത്തിന് അടക്കമുണ്ടാകും. അവിടെ ഇത് ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി മാറും. അപ്പോൾ സർക്കാരിനൊപ്പം നിൽക്കേണ്ട CPI അവരുടെ നിലപാട് അംഗീകരിക്കപ്പെടാതെ പോയാൽ എങ്ങനെ സർക്കാരിനൊപ്പം നിൽക്കുന്ന ചോദ്യം ഉയർന്നു വരും. CPIയുടെ അവരുടെ രാഷ്ട്രീയ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിമറിയും. അതുകൊണ്ടാണ് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു അന്വേഷണത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനം വിളിക്കുന്നതും മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനം ഇവിടെ പ്രഖ്യാപിക്കുന്നതും. എല്ലാ ദിവസവും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം എല്ലാ ആഴ്ചയും ഇപ്പോൾ പതിവുള്ളതല്ല. ആ കാലം നേരത്തെ അങ്ങനെയായിരുന്നു സംസ്ഥാനത്ത്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ മാത്രം, പ്രധാനപ്പെട്ട അവസരങ്ങളിൽ മാത്രമാകും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കുക. അല്പസമയത്തേക്ക് മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തും എന്നതിന്റെ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. മുഖ്യമന്ത്രി ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനം, രാഷ്ട്രീയമായി ഭരണപരമായി കേരളം വളരെ പ്രാധാന്യത്തോടെ കാത്തിരിക്കുന്ന ഒരു വാർത്താ സമ്മേളനം. CPIയുടെ സംസ്ഥാന നിർവാഹക സമിതി യോഗം ആരംഭിച്ചിരിക്കുന്നു. ആ നിർവാഹക സമിതി യോഗവും വളരെ പ്രാധാന്യത്തോടെ ഈ വാർത്താ സമ്മേളനം കാത്തിരിക്കുന്നു. എന്ത് നടപടിയാണ് തങ്ങളുടെ ആവശ്യങ്ങളിൽ MR അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണത്തിൽ MR അജിത് കുമാർ നൽകിയ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് സർക്കാർ പോകും തുടങ്ങി വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യങ്ങൾക്ക്, രാഷ്ട്രീയമായി ഉയർന്നുവരുന്ന ആശങ്കകൾക്ക് മറുപടി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇടത് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനമാണ് അല്പസമയത്തിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്താൻ പോകുന്നത്. മുന്നണിക്കുള്ളിൽ വലിയ തർക്കമായത് മാറാതെ ഇതുവരെയും CPM മുന്നോട്ട് പോയി. പക്ഷേ CPIക്ക് ഒരു കൃത്യമായ നടപടി തങ്ങളുടെ ആവശ്യത്തിൽ CPM എടുത്തില്ലെങ്കിൽ, മുഖ്യമന്ത്രി എടുത്തില്ലെങ്കിൽ അവർ എത്ര നാളത് കാത്തിരിക്കും. ഇന്നലെ നമ്മോട് സംസാരിക്കുമ്പോൾ നമുക്ക് അപർണക്കുറിപ്പ് നൽകിയ അഭിമുഖത്തിൽ പറയുമ്പോൾ CPIയുടെ ദേശീയ നിർവാഹക സമിതി അംഗം പ്രകാശ് ബാബു പറഞ്ഞതുപോലെ അനന്തമായി കാത്തിരിക്കാൻ കഴിയില്ല. MR അജിത് കുമാറിനെതിരെയുള്ള നടപടി അനന്തമായി വൈകുന്നത് അങ്ങനെ സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. അങ്ങനെ കാത്തിരിക്കാൻ കഴിയുന്ന നിലപാട് CPIയുടെ ഉന്നത നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നു. ഓരോ ദിവസവും മാധ്യമങ്ങളെ കാണുമ്പോൾ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷ ബിനോയ് വിശ്വം അടക്കമുള്ള CPIയുടെ നേതാക്കൾ പങ്കുവയ്ക്കുന്നു. പക്ഷെ അപ്പോഴും നടപടികൾ വൈകുകയാണ്. അജിത് കുമാറിന്റെ റിപ്പോർട്ടിൽ തുടർ നടപടികൾ വൈകുകയാണ്. അജിത് കുമാറിനെതിരെ എന്ത് നടപടി ഉണ്ടാകുമെന്ന കാര്യം സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമാകും ഒരുപക്ഷെ തീരുമാനിക്കുക. പക്ഷേ പൂരം കലക്കൽ റിപ്പോർട്ടിൽ അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് ഒരു തുടരന്വേഷണത്തിൽ സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. അത് ഏത് തരത്തിലാകും അന്വേഷണം, അതിന്റെ വിശദാംശങ്ങൾ മുഖ്യമന്ത്രി പറയും. രാഷ്ട്രീയമായി ഭരണപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനമാണ്, രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നോക്കിക്കാണുന്ന വാർത്താ സമ്മേളനമാണ് അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നത്. എൽദോ, വളരെ നിർണായകമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനങ്ങൾക്കുള്ള സാധ്യതയുള്ള ഒരു വാർത്താ സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. കൗതുകത്തോടെ ആകാംക്ഷയോടെ എല്ലാവരും ഉറ്റുനോക്കുന്നത് കൊണ്ട് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് പൂരം കലക്കലിൽ തുടരന്വേഷണം, ഒരു ത്രിതല അന്വേഷണത്തിനുള്ള മന്ത്രിസഭാ തീരുമാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ADGPയെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമായില്ല എന്നതിലും ഒരു സൂചനകൾ വരുന്നു. പൂരം കലക്കലിൽ പുതിയ അന്വേഷണം ഉണ്ടാകും, അത് ത്രിതല അന്വേഷണമാണ് എന്നുള്ളതാണ്. അരുൺ, ഈ ത്രിതല അന്വേഷണം എന്ന് സൂചിപ്പിക്കുമ്പോൾ അതിൽ DGP കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണ സാധ്യതയാണോ കണക്കാക്കേണ്ടത്? തീർച്ചയായും ഇത് പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷിക്കേണ്ട, പോലീസിന്റെ അന്വേഷണ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. കാരണം നിരവധി കാര്യങ്ങൾ ഗൂഢാലോചന അടക്കമുള്ള കാര്യം അന്വേഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരം അന്വേഷണം ഉറപ്പാണ്. അത് ADGP ക്രമസമാധാന ചുമതലയുള്ള ADGP അന്വേഷിച്ച വിഷയമാണ്. അതിൽ ഒരു ഉന്നതതല അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായും DGP തലത്തിൽ അന്വേഷണം വേണം. സംസ്ഥാന പോലീസ് മേധാവിയാണ് PV അൻവർ ADGP MR അജിത് കുമാറിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ തലത്തിൽ ഒരു അന്വേഷണം കൂടി MR അജിത് കുമാറിൽ ഉണ്ടാകും. അത് സംസ്ഥാന പോലീസ് മേധാവി തന്നെ നേരിട്ട് നേതൃത്വം നൽകുന്ന അന്വേഷണമാകും, മേൽനോട്ടം വഹിക്കുന്ന അന്വേഷണമാകും. അദ്ദേഹത്തെ അവർ ചുമതല ഏൽപ്പിക്കുന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ഒരു തലത്തിലാണ്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും മന്ത്രിതല ഉപസമിതിയോ അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമാകുമോ? നേരത്തെ ഈ തുടക്കത്തിൽ CPI ആവശ്യപ്പെടുന്നത് ഇതൊരു ഇടതുമുന്നണിയുടെ സബ് കമ്മിറ്റി അന്വേഷിക്കണമെന്ന ആവശ്യമടക്കം അവർ മുന്നോട്ട് വെച്ചതാണ്. അങ്ങനത്തെ രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ
മന്ത്രിമാരുൾപ്പെടുത്തിക്കൊണ്ട് അന്വേഷണമൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ത്രിതല അന്വേഷണം എന്നത് സർക്കാർ തീരുമാനമെടുത്തിരിക്കുന്നു. അത് എങ്ങനെ എന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. മന്ത്രിസഭാ യോഗം അല്പസമയം മുമ്പാണ് അവസാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് വൈകാതെ ലഭ്യമാക്കാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഏറ്റവും പ്രധാനം, ഒരു അന്വേഷണത്തിന് സർക്കാർ തയ്യാറെടുത്തിരിക്കുന്നു. വലിയ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് ശേഷം CPIയുടെ കടുത്ത നിലപാടുകൾക്ക് ശേഷം MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് നേരത്തെ ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ വാർത്താസമ്മേളനം നടക്കുമ്പോൾ മുഖ്യമന്ത്രി ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് പൂരം കലക്കൽ വിഷയത്തിൽ റിപ്പോർട്ട് നേരത്തെ ലഭിക്കേണ്ടതായിരുന്നു. 5 മാസം മുമ്പ് ആരംഭിച്ച അന്വേഷണമാണ്, അത് വൈകുമെന്ന് അറിയിച്ചു. പക്ഷേ ഇനി വൈകാൻ കഴിയില്ല എന്ന തന്റെ നിലപാട് ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല അത് ആരോപണം ഉയർന്നുകൊണ്ട് തന്നെ ആ ഉദ്യോഗസ്ഥനെ മാറ്റിക്കൊണ്ട് അന്വേഷണത്തിന് തയ്യാറല്ല എന്ന് മുഖ്യമന്ത്രി ഈ മീഡിയ റൂമിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ, ഈ കോൺഫറൻസ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അസന്ദിഗ്ധമായി പറഞ്ഞതാണ്. പക്ഷേ അവിടെ നിന്നും കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. അവിടെ നിന്നും രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. MR അജിത് കുമാർ എന്ന വിശ്വസ്തന്റെ റിപ്പോർട്ട് തള്ളേണ്ട ഒരു സാഹചര്യത്തിലേക്ക്, രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് സർക്കാരും മുഖ്യമന്ത്രിയും എത്തിച്ചേർന്നിരിക്കുന്നു. അത് CPIയുടെ രാഷ്ട്രീയ സമ്മർദ്ദം തന്നെയാണ് അതിന് പ്രധാന കാരണം. ആ റിപ്പോർട്ട് തള്ളിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇനി ഉണ്ടാകേണ്ടത്. ആ അന്വേഷണമാണ് സർക്കാർ അല്പസമയത്തിനകം പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതിൽ സ്വാഭാവികമായും ADGPയുടെ റിപ്പോർട്ട് മുകളിലൊരു അന്വേഷണം വരുമ്പോൾ അത് സംസ്ഥാന പോലീസ് മേധാവിയോ അല്ലെങ്കിൽ DGP റാങ്കുള്ള ആരെങ്കിലുമോ അന്വേഷിക്കുന്ന ഒരു രീതി തന്നെയാണ് പൊതുവിൽ തുടരുന്നത്. ആ അന്വേഷണം ഉണ്ടാകുമെന്നും ഏറെക്കുറെ ഉറപ്പാണ്. അതിന്റെ പ്രഖ്യാപനമാണ് ഇനി ഉണ്ടാകേണ്ടത്. രാഷ്ട്രീയ സമ്മർദ്ദത്തിന് മുഖ്യമന്ത്രിക്ക് വഴങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം സ്വാഭാവികമായും ഇവിടെ ഉയർന്നു വരുന്നു. CPI വളരെ വൈകാരികമായ വിഷയമായാണ് തൃശൂർ തോൽവിയെ കണ്ടത്, ഇപ്പോഴും കാണുന്നത്. അവർക്ക് ഒരു സീറ്റിലും ജയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോൾ തൃശ്ശൂർ അവർ വലിയ പ്രതീക്ഷയോടെ കണ്ടതാണ്. അവരുടെ ഏറ്റവും ജനകീയ മുഖങ്ങളിൽ ഒന്നായ അത് തൃശ്ശൂർ, പ്രത്യേകിച്ച് തൃശ്ശൂരിൽ അവർക്ക് അവതരിപ്പിക്കാത്ത ഏറ്റവും ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയാണ് CPI അവിടെ ഫീൽഡ് ചെയ്ത VS സുനിൽകുമാറിനെ. VS സുനിൽകുമാർ ജയിക്കുമെന്ന തരത്തിലായിരുന്നു ആ അവസാന തെരഞ്ഞെടുപ്പിന്റെ അവസാന പാദം വരെയും ആ ഒരു രാഷ്ട്രീയ സാഹചര്യം. പക്ഷേ ഈ പൂരം അനുകൂലപ്പെട്ടതോടുകൂടി, പൂരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വന്നതോടുകൂടി അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം പൊടുന്നനെ മാറി മറിയുകയായിരുന്നു. അതിന് കാരണം ഒരു ഗൂഢാലോചനയാണ്. MR അജിത് കുമാർ എന്ന IPS ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ നടന്ന ഒരു ഗൂഢാലോചനയാണ്. അതിനു മുകളിൽ രാഷ്ട്രീയമായി കൂടി ചില ഗൂഢാലോചന നടന്നുവെന്ന് പ്രതിപക്ഷം ഉൾപ്പെടെ ആരോപിക്കുന്നുണ്ട്, കോൺഗ്രസ് ഉൾപ്പെടെ ആരോപിക്കുന്നുണ്ട്. അതിലൊക്കെ അന്വേഷണം ഉണ്ടാകുമോ? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടലുണ്ടോ? BJPയുടെ ഇടപെടലുണ്ട് എന്ന് സ്വാഭാവികമായും CPI ഉൾപ്പെടെ സംശയിക്കുന്നു. CPMന്റെ പങ്കാണ് അവിടെ പ്രതിപക്ഷം ആരോപിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെന്ന കാര്യം കൂടി ഈ അന്വേഷണത്തിന്റെ ഭാഗമാകും. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണമായി ഇത് മാറും. വസ്തുനിഷ്ഠമായ അന്വേഷണമാണെങ്കിൽ ഒരുപക്ഷെ സംസ്ഥാന രാഷ്ട്രീയം കലങ്ങി മറിയുന്ന അല്ലെങ്കിൽ വളരെ നിരവധി പ്രശ്നങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ മുന്നണി സമവാക്യങ്ങൾ പോലും ഉണ്ടാക്കിയേക്കാവുന്ന ഒരു അന്വേഷണമായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. BJP പിന്നിൽ പോകുമെന്ന് അവർ പോലും ഒരു ഘട്ടത്തിൽ ഉറപ്പിച്ച മണ്ഡലത്തിൽ ഇത്തരമൊരു രാഷ്ട്രീയ അട്ടിമറി ഉണ്ടായിരിക്കുന്നു. അതിനു പിന്നാലെയാണ് മറ്റു വിവരങ്ങൾ പുറത്തു വരുന്നത്. BJPയുടെ RSSന്റെ നേതാക്കളുമായി, 2 നേതാക്കളുമായി ADGP കൂടിക്കാഴ്ച നടത്തുന്നു, ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഇപ്പോൾ ഇന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഒരു സംസ്ഥാന നേതാവുമായും ADGP വളരെയധികം സമയം അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തുന്നു. അത്തരത്തിൽ എന്താണ് സംസ്ഥാനത്തെ ഒരു പോലീസ് ഉന്നതന് RSS നേതാക്കളുമായി എന്ത് രാഷ്ട്രീയമാണ് പറയാൻ? അദ്ദേഹം പോലീസ് മേധാവികൾ മറുപടിയൊക്കെ കേൾക്കുമ്പോൾ അത് ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്. ഇത്തരം ആളുകളുമായുള്ള ഒരു ലേസൺ സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിന് വളരെ പ്രധാനപ്പെട്ടതെന്ന മറുപടിയൊക്കെ ADGP നൽകുമ്പോൾ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ? ഈ ഉദ്യോഗസ്ഥർ സ്വാഭാവികമായും കേന്ദ്ര സർവീസ് കീഴിലുള്ളവരാണ്. അവർക്ക് കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ സംഘടനകളെ അല്ലെങ്കിൽ അവരുടെ ഇത്തരം സംഘടനകളെ കൂടി വിശ്വാസത പോകേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ ആണെങ്കിൽ അതിന് സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയ നയങ്ങൾ, സംസ്ഥാന സർക്കാരിൻ്റെ ഭരിക്കുന്ന മുന്നണിയുടെ രാഷ്ട്രീയ നയങ്ങൾക്ക് യോജിച്ചതാണോ അത്തരം കൂടിക്കാഴ്ചകൾ? ആ ഉദ്യോഗസ്ഥരെ മർമ്മപ്രധാനമായ തസ്തികയിൽ ഇനിയും തുടരാൻ സർക്കാർ അനുവദിക്കുമോ? അനുവദിക്കുന്ന രാഷ്ട്രീയ ധാർമ്മികതയെ ലംഘനമാകുമോ? തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഒരു കാര്യം ഉറപ്പാണ്, ADGP MR അജിത് കുമാർ നൽകിയ റിപ്പോർട്ടല്ല സർക്കാർ അംഗീകരിക്കുന്നത്. ആ റിപ്പോർട്ട് സർക്കാർ തള്ളുന്നു. അതിൽ സർക്കാരിന് തന്നെ സംശയങ്ങളുണ്ട്, സർക്കാരിന് തന്നെ അതിൽ അവ്യക്തതകളുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ ഒരു ഉന്നത അന്വേഷണത്തിലേക്ക് സർക്കാർ പോകുന്നത്. അത് ഏത് തരത്തിൽ, എത്ര സമയക്രമത്തിനുള്ളിൽ പൂർത്തിയാക്കും, എന്തൊക്കെയാകും അതിൻ്റെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാകും അതിൻ്റെ പരിഗണനാ വിഷയങ്ങൾ, ടേംസ് ഓഫ് റെഫറൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാകേണ്ടതുണ്ട്. ഒരുപക്ഷെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനങ്ങളിൽ അത്തരം സംശയങ്ങൾക്കും മറുപടി ഉണ്ടാകും. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം 10 വിരുദ്ധമായി വൈകുകയാണ്. 11 മണിക്ക് എന്ന് പറഞ്ഞ വാർത്താ സമ്മേളനം മന്ത്രിസഭായോഗം നീണ്ടുപോയത് കൊണ്ട് തന്നെ 11:30 തുടങ്ങുകയുള്ളൂ എന്ന് മുഖ്യമന്ത്രി ഓഫീസ് അറിയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ
വീണ്ടും 10 മിനിറ്റ് കൂടി വൈകുകയാണ്. മുഖ്യമന്ത്രിയുടെ പിണറായി വിജയന്റെ വാർത്താ സമ്മേളനങ്ങൾ പതിവില്ലാത്തതാണത്. കൃത്യസമയം പാലിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനങ്ങളായാലും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൊതുപരിപാടികളായാലും അത്തരമൊരു സമയ ക്ലിപ്തത പാലിക്കുന്നയാളാണ് പിണറായി വിജയൻ. പക്ഷേ ഇപ്പോൾ അത് വൈകുകയാണ്. പക്ഷേ സമീപകാലത്ത് കേരളം ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വാർത്താ സമ്മേളനം കൂടിയായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. ഈ നമ്മൾ പൂരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമല്ല, PR ഏജൻസി വിവാദം, മലപ്പുറത്ത് സംബന്ധിച്ച മുഖ്യമന്ത്രി പരാമർശം തുടങ്ങി വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മറുപടി രാഷ്ട്രീയ കേരളം കാത്തിരിക്കുമ്പോൾ മുഖ്യമന്ത്രി അല്പസമയത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എഴുതോ ഉറപ്പായും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 11:30 സമയം പറഞ്ഞിരുന്നത്, അത് അല്പം നീണ്ടുപോകുന്നു എന്നുള്ളതാണ്. എന്നാലും ക്രൈംബ്രാഞ്ച് മേധാവി ഗൂഢാലോചന അന്വേഷിക്കും. ADGPക്കെതിരെ ഇന്റലിജൻസ് അന്വേഷണം ഉണ്ടാകും. DGP വീഴ്ച അന്വേഷിക്കും എന്നുള്ള വിവരങ്ങളൊക്കെ ഇത്തരത്തിൽ പുറത്തേക്ക് വരുന്നു. പക്ഷേ അപ്പോഴും ഒരു കാര്യം അരുൺ, ഈ ADGP പൂരംകലക്കലിൽ അന്വേഷണം, തുടരന്വേഷണം, പുനരന്വേഷണം എന്തുമാവട്ടെ ഒരു ത്രിതല അന്വേഷണത്തിനുള്ള സാധ്യത അവിടെ ആരായുമ്പോൾ പോലും ADGPയെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്നാണ് CPIയുടെ ആവശ്യം. CPI ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം, അതിൽ എന്ത് നിലപാട് വരുന്നു എന്നുള്ളത് കൂടിയില്ലേ? അതിലൊരു വ്യക്തത വരുന്നില്ലല്ലോ. ADGPയെ മാറ്റണമെന്ന CPIയുടെ ആവശ്യമുണ്ട്. CPIയുടെ മാത്രമല്ല CPMനും അത്തരമൊരു ആവശ്യമുണ്ട്. പക്ഷേ ആദ്യമൊക്കെ കടുത്ത നിലപാട് CPM എടുക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ CPM വിശ്വസിക്കുകയാണ്. അത് അൻവർ ഉന്നയിച്ച PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിലാണ് ADGP MR അജിത്കുമാറിനെതിരെ അന്വേഷണം സർക്കാർ പ്രഖ്യാപിച്ചത്. സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേസ് സാഹിബാണ് അന്വേഷണം നടത്തുന്നത്. 30 ദിവസമാണ് അന്വേഷണത്തിന് സർക്കാർ നൽകിയ സമയപരിധി. അത് ഇന്ന് അവസാനിക്കും. ആ സമയപരിധിക്കുള്ളിൽ സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് നൽകിയിരിക്കുമെന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. ഇന്ന് വൈകിട്ടോടുകൂടി ഒരുപക്ഷെ ആ പോലീസ് മേധാവിയുടെ റിപ്പോർട്ട് ലഭിക്കും. ആ റിപ്പോർട്ട് ലഭിച്ച് പരിശോധിച്ച ശേഷം മാത്രമേ ആ കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ. അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയതാണ്. അതിനു മുമ്പ് MR അജിത്കുമാറിനെ മാറ്റില്ല എന്ന മുഖ്യമന്ത്രി തീരുമാനമെടുത്തതാണ്. എന്ത് സമ്മർദ്ദമുണ്ടായാലും അതിൽ നിന്ന് മുഖ്യമന്ത്രി പിന്നോട്ട് പോകാൻ ഇടയില്ല. കാരണം ഇന്നലെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം AK സെന്ററിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെയും നേരിൽ കണ്ടിരുന്നു. അപ്പോഴും ഈ ആവശ്യം അവർ ഉന്നയിച്ചതാണ്. അപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി, അന്വേഷണം പൂർത്തിയാകട്ടെ, റിപ്പോർട്ട് വരട്ടെ, അത് പരിശോധിക്കട്ടെ, അതിനുശേഷമാകാം നടപടി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ MR അജിത്കുമാറിനെ ക്രമസമാധാന ചുമതലയുള്ള ADGP സ്ഥാനത്ത് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനം ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിനെതിരെ ഈ റിപ്പോർട്ട് എന്ത് തന്നെയായാലും നടപടി ഉണ്ടായേക്കാം. അതിലൊരു രാഷ്ട്രീയ സമ്മർദ്ദമായി സർക്കാരിന് മുന്നിലുണ്ട്. അതുകൊണ്ട് നടപടി ഉണ്ടായേക്കാം. പക്ഷേ അത് ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ ഉണ്ടാകൂ. ഇന്ന് റിപ്പോർട്ട് ലഭിക്കുമെന്ന 30 ദിവസമാകുന്നു, 1 മാസമാകുന്നു. റിപ്പോർട്ട് ലഭിച്ചേക്കുമെന്ന സൂചനകൾ വൈകിട്ടോടുകൂടി പോലീസ് മേധാവി റിപ്പോർട്ട് സമർപ്പിച്ചേക്കുമെന്ന സൂചനകൾ വരുന്നുണ്ട്. അല്പസമയത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ എത്തുമെന്ന സൂചനകൾ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി അല്പസമയത്തിനകം വാർത്താ സമ്മേളനത്തിലേക്ക് എത്തും. വിവാദങ്ങളിൽ, പൂരംകലക്കൽ അന്വേഷണത്തിൽ, PR ഏജൻസി വിവാദത്തിൽ, മലപ്പുറം ജില്ലയെ സംബന്ധിച്ച പരാമർശങ്ങളിൽ ഒക്കെ മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം വിശദമായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യങ്ങൾ പറയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. 1 മണിക്കൂർ വാർത്താ സമ്മേളനമാണ് അദ്ദേഹത്തിന്റെ പതിവ്. പക്ഷേ കഴിഞ്ഞ ആഴ്ച 2 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനം, ഏതാണ്ട് 2 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി നടത്തിയിരുന്നു. ഇപ്പോഴും മുഖ്യമന്ത്രിയിൽ നിന്ന് നിരവധി ചോദ്യങ്ങൾക്ക് കേരളം മറുപടി പ്രതീക്ഷിക്കുന്നു. രാഷ്ട്രീയ നേതൃത്വങ്ങൾ മറുപടി പ്രതീക്ഷിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹം ഇവിടേക്ക് എത്തുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. മന്ത്രിസഭാ യോഗം നേരത്തെ അവസാനിച്ചിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തും, അല്പസമയത്തിനകം എത്തും. വളരെ പ്രധാനപ്പെട്ട ഇടതുമുന്നണി രാഷ്ട്രീയം, അതുപോലെ തന്നെ സംസ്ഥാനത്തെ പൊതുരാഷ്ട്രീയ കേന്ദ്രങ്ങൾ വളരെ പ്രതീക്ഷയോടെ, ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വാർത്താ സമ്മേളനമാണ് അല്പസമയത്തിനകം നടക്കാൻ പോകുന്നത്. സർക്കാർ തീരുമാനം, മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം എടുത്തു കഴിഞ്ഞു. പൂരംകലക്കൽ ആരോപണത്തിൽ MR അജിത്കുമാറിനെതിരെ MR അജിത്കുമാർ റിപ്പോർട്ട് തള്ളിക്കൊണ്ടൊരു അന്വേഷണം, ഒരു തുടരന്വേഷണം അക്കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുത്തു കഴിഞ്ഞു. അതിന്റെ പ്രഖ്യാപനം ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകും. നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. ആ നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് തന്നെ CPIയുടെ ഒരു ആവശ്യം ആ രീതിയിൽ നടപ്പാക്കിക്കൊണ്ട് സർക്കാർ ഒരു മുന്നണി മര്യാദയുടെ ഭാഗമായുള്ള സമവായത്തിന് തയ്യാറെടുക്കുകയാണ്. പ്രതിപക്ഷം വലിയ രീതിയിൽ വിഷയം ഉന്നയിക്കും. അവിടെ CPIക്കും CPMനൊപ്പം ചേർന്നതുകൊണ്ട്, സർക്കാരിനൊപ്പം ചേർന്നുകൊണ്ട് മറുപടി പറയേണ്ട സാഹചര്യമുണ്ട്. അതിന് അവർക്ക് കൂടി ഒരു അവസരമൊരുക്കുകയാണ് ഈ ഒരു തീരുമാനത്തിലൂടെ സർക്കാർ ചെയ്യുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ റിപ്പോർട്ടും വൈകാതെ ലഭിക്കും. അതിന്മേലും നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് CPI കേന്ദ്രങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം അത് മുന്നണിയുടെ സുഗമമായ
മുന്നോട്ട് പോക്കിന് മുന്നണിയിൽ തർക്കങ്ങളില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് വളരെ അനിവാര്യമായ ഒരു നടപടിയായി കൂടി അത് സി പി എം നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു നടപടി ഉണ്ടായേക്കാം. ഏറ്റവും പ്രധാനം, ഇന്ന് മുഖ്യമന്ത്രി ഈ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അതിന് ഏതൊക്കെ കാര്യങ്ങളിലാകും അന്വേഷണം, ഏതൊക്കെ തലങ്ങളിലാകും അന്വേഷണം, ഏതൊക്കെയാകും അതിന്റെ അന്വേഷണത്തിന്റെ പരിഗണനാ വിഷയങ്ങൾ, എത്ര കാലം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കും തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ത്രിതല അന്വേഷണം എന്ന് പറയുമ്പോൾ അത് ആരൊക്കെ അതിൽ നയിക്കും, ആ അന്വേഷണം നയിക്കുന്ന ആരൊക്കെയായിരിക്കും, ആരുടെയൊക്കെ നേതൃത്വത്തിലാകും അന്വേഷണം പോകുന്ന കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്.